ലൈറ്റുകൾ തകരാറിലായതോടെ രാത്രികാലങ്ങളിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർ ദുരിതത്തിൽ. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈറ്റുകളും വഴിവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിക്ക് കാരണം. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറുന്നത്. ദീർഘദൂര യാത്രകൾക്കായി നിരവധി ആളുകളാണ് രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്നത്. എന്നാൽ രാത്രി സമയങ്ങളിൽ കെട്ടിടത്തിലെ പല ലൈറ്റുകളും പ്രകാശിക്കാറില്ല. എന്നാൽ പകൽ സമയം ഇവ വൈദ്യുതി നഷ്ടപ്പെടുത്തി പ്രകാശിച്ചു നിൽക്കുന്ന കാഴ്ചയും കാണാനാകും. അതോടൊപ്പം സ്റ്റാൻഡിലേക്ക് കടന്നുവരുന്ന പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകളും പൂർണ്ണമായി മിഴിയടച്ചിരിക്കുകയാണ്. പാതകളിലും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഇടങ്ങളിലുമായിട്ടാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഇടശ്ശേരി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളും നാളുകളായി പ്രകാശിക്കുന്നില്ല. ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നഗരസഭ കൃത്യസമയത്ത് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത് സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനും രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതിനും കാരണമാകുന്നുവെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് പറയുന്നു. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് ധാരാളം നൈറ്റ് സർവീസുകൾ, പ്രത്യേകിച്ചും KSRTCയുടെ നൈറ്റ് സർവീസിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. അപ്പോൾ നൈറ്റ് സർവീസിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന യാത്രക്കാരടക്കം അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി രാത്രി 9 മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ട്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ആവശ്യമായ വൈദ്യുതി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വെളിച്ചമടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ നഗരസഭ തയ്യാറാകുന്നില്ല. കാലാകാലങ്ങളിൽ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നത്. അത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് രാവിലെ ഒരു നെടുങ്കണ്ടംകാരൻ അവിടെ പോലീസുകാരടക്കം ഞങ്ങളവിടെ നോക്കുമ്പോൾ ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള നൈറ്റ് കടയിൽ ചായ കുടിക്കാൻ വന്നയാളെ അവിടെയുള്ള ചില സാമൂഹ്യ വിരുദ്ധർ ഉപദ്രവിക്കുകയും കായികമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തെന്നാണ് അദ്ദേഹം പിന്നീട് പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടപ്പനയിൽ നഗരസഭയുടെ കീഴിൽ ഒട്ടനവധി സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. നഗരസഭ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ പോലീസ് അധികാരികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാവശ്യമായ ശ്രമവും നഗരസഭ നടത്തുന്നില്ല. ഇക്കാര്യങ്ങളിൽ സത്വരമായ ഒരു ഇടപെടൽ നഗരസഭ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി സമയത്ത് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായിരുന്നു. സ്റ്റാൻഡിൽ ആളൊഴിയുന്നതോടെ രാത്രി സമയങ്ങളിൽ ഇരുട്ടിന്റെ മറവ് പറ്റി ഇത്തരത്തിലെ ആക്രമണങ്ങൾ പതിവാകുകയാണ്. നിലവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈറ്റുകൾ മാത്രമാണ് യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ വീണ്ടും കുറ്റാക്കൂരിരുട്ടിലാകുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ രാത്രിയുടെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഇവിടെ നടത്തുന്നുണ്ട്. പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് കൈയടക്കുന്നതോടെ സ്വദേശീയരായ ആളുകൾക്കും ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. വഴിവിളക്കുകൾ അഭാവത്തിന് പുറമെ ക്യാമറകൾ പ്രവർത്തനരഹിതമായതും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അടിയന്തരമായി പുതിയ ബസ് സ്റ്റാൻഡിലെ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.